ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. വേണമെങ്കിൽ വലിയവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ അനൗൺസ്മെന്റ് കേട്ടതും കുട്ടികൾ ഉറക്കെ കൂവി. ഞാൻ കയ്യിലുണ്ടായിരുന്ന പൊതി ടീപ്പോയിൽ വച്ചു. ഹെറോയിൻ, കൊക്കൈൻ, ഗഞ്ച തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം. എൻ്റെ അനൗൺസ്മെന്റ് കേട്ട് എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി. എന്താ എല്ലാവരും നോക്കിയിരിക്കുന്നേ? മൂത്തവനായ വരുൺ തന്നെ തുടങ്ങിക്കോളൂ. എന്നിട്ട് അനുജന്മാർക്കും പെങ്ങന്മാർക്കും കൊടുക്കാം. ഞാൻ ചിരിയോടെയാണ് പറഞ്ഞത്. ബിജോയുടെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാൻ കൂടിയതായിരുന്നു ഞങ്ങൾ. ബിജോയ്ക്ക് ഒരു സഹോദരനും സഹോദരിയുമാണ് ഉള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി 6 കുട്ടികൾ. വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ഒരു ഒത്തുകൂടൽ ഉള്ളതാണ്. തിരക്കുള്ള മക്കളെ അമ്മയ്ക്ക് ഒന്നിച്ച് കാണാൻ കിട്ടുന്ന ഒരു ദിവസം. അതൊരു ആഘോഷം തന്നെയാണ്. സദ്യ കഴിഞ്ഞ് എല്ലാവരും കൂടി സൊറ പറഞ്ഞിരിക്കുന്ന നേരമാണ് ഞാൻ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്. ലെനെ, നിനക്കെന്താ ഭ്രാന്തായോ? എന്തൊക്കെയാ നീ പറയുന്നത്? അതും നിന്റെ മക്കളടക്കമുള്ള കുഞ്ഞുങ്ങളോട്. ആദ്യം ഞെട്ടലിൽ നിന്നും വിമുക്തയായത് ചേച്ചിയായിരുന്നു. ഞാൻ ചേച്ചിയെ ശ്രദ്ധിക്കാതെ തുടർന്നു. ഇത് ഉപയോഗിച്ചാൽ അടിപൊളിയാണ്. വരുണിനും വിശാഖിനും അനുരാജിനും സ്വന്തം പെങ്ങന്മാരെ വരെ കയറി പിടിക്കാം. അച്ഛൻ്റെയും അമ്മയുടെയും തല തല്ലിപ്പൊളിക്കാം. പണത്തിന് ബുദ്ധിമുട്ട് വന്നാൽ മോഷ്ടിക്കാനും കൊട്ടേഷൻ പണിക്കും ഇറങ്ങാം. പെൺകുട്ടികൾക്കും ഉണ്ട് ഓപ്ഷൻസ്. ലേറ്റ് നൈറ്റ് പാർട്ടികൾ, ഏതവൻ്റെയും കൂടെ പോകാം. എന്താ, ട്രൈ ചെയ്യുന്നില്ലേ? ലെനെ, തോന്നിയവാസം പറഞ്ഞാലുണ്ടല്ലോ. നീ എൻ്റെ അനിയൻ്റെ ഭാര്യയാണെന്നോ ഈ ജില്ലാ പോലീസ് സൂപ്രണ്ടാണെന്നോ ഒന്നും നോക്കിയില്ല. അടിച്ച് കാരണം പോയിക്കും ഞാൻ. ബിജോയുടെ ചേട്ടൻ ചാടി എഴുന്നേറ്റു. ചൂടാക്കാതെ ബിനുവേട്ട, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അറിയുന്നില്ലേ? ഇവരാരും കൊച്ചു കുട്ടികളല്ല. എല്ലാവരും 14 വയസ്സിന് മുകളിൽ ഉള്ളവരാണ്. ഇവരുടെ പ്രായത്തിലുള്ള നല്ലൊരു ശതമാനം കുട്ടികളും ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ എന്ന് മാതാപിതാക്കളായ നമുക്ക് അറിയണ്ടേ? നീ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി മോളെ. പക്ഷേ നമ്മുടെ കുട്ടികളെ നമുക്കറിയാലോ. അതുവരെ മിണ്ടാതിരുന്ന അമ്മ ഇടപെട്ടു. ആർക്കറിയാമെന്നമ്മേ? എനിക്കറിയില്ല, എനിക്ക് ഉറപ്പുമില്ല. ഞാൻ പതുക്കെ പറഞ്ഞു. എങ്കിൽ എനിക്കറിയാം, എൻ്റെ മക്കളെയും എൻ്റെ കൂടപ്പിറപ്പുകളുടെ മക്കളെയും. നിനക്കെങ്ങനെ അറിയാനാ? നാട്ടിലെ മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനിടയ്ക്ക് നിനക്ക് വീട്ടിലുള്ളവരെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതാണ് അമ്മേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവളോട് റിസൈൻ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ബിജോ വിജയുടെ ഭാവത്തിൽ ചോദിച്ചു. എല്ലാവരും അത് ശരിയാണെന്ന ഭാവത്തിൽ എന്നെ നോക്കി. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഞാൻ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചു. എൻ്റെ റെസിഗ്നേഷൻ ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നിങ്ങൾ നിർബന്ധിച്ചിട്ടും ഞാൻ അനുസരിക്കാതെ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ഏറ്റെടുത്ത ഒരു ദൗത്യം പൂർത്തിയാവുന്ന ദിവസത്തിനു വേണ്ടി. അതിന്ന് പൂർത്തിയായി. ഇനി എനിക്ക് പടിയിറങ്ങാം. എൻ്റെ സ്വരം ശാന്തമായിരുന്നു. എല്ലാവരും താല്പര്യത്തോടെ കേട്ടിരിക്കുന്നത് കണ്ട് ഞാൻ തുടർന്നു. കുറച്ച് നാളായി ഈ നാട്ടിലെ ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നവരുടെ പുറകെയായിരുന്നു ഞാൻ. ഒരുവിധം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്നും കഞ്ചാവും സുലഭമാണെന്ന് കേട്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇടയിൽ 1-2 പേർ പിടിയിലായെങ്കിലും അവരുടെ മുകളിലുള്ളവരെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം തരാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അത്ര ശക്തരായിരുന്നു അവരുടെ പ്രൈവസിയും കമ്മ്യൂണിക്കേഷനും. പിന്നീട് നല്ലൊരു ടീം രൂപീകരിച്ച് ശക്തമായ അന്വേഷണം തന്നെ നടത്തി. പല സാഹചര്യങ്ങളിലും ഞാൻ അവരുടെ അടുത്തെത്തി എന്ന് തോന്നിയ സമയത്ത് എനിക്ക് മിസ്സായി. ഒരു ഒറ്റക്കാരൻ കൂടെ തന്നെ ഉണ്ട് എന്നെനിക്ക് തോന്നിത്തുടങ്ങി. എന്തിനും എൻ്റെ ഇടം വല നിന്നിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സബോർഡിനേറ്റ്സ് സതീഷിനെയും നിരഞ്ജനെയും വരെ ഞാൻ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി. എൻ്റെ അനുമാനങ്ങൾ അവരോട് പോലും ഷെയർ ചെയ്യാൻ ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ മയക്കുമരുന്ന് ഇടനിലക്കാരനായ ഒരു സജിൻ എൻ്റെ കയ്യിൽപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിലും അവനിൽ നിന്നും എനിക്കൊരു പേര് കിട്ടി, ജോജി. സജിൻ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. വിളിക്കുന്നതും സംസാരിക്കുന്നതും പല പല നമ്പറിൽ നിന്നായതുകൊണ്ട് നമ്പർ ട്രേസ് ചെയ്തിട്ടും ഫലമില്ല. റെക്കോർഡ് ചെയ്യാത്ത കസ്റ്റഡി ആയതുകൊണ്ട് എന്ത് വിവരം കിട്ടിയാലും എന്നെ അറിയിക്കാമെന്ന ഉറപ്പിന്മേൽ ഞാൻ അയാളെ വെറുതെ വിട്ടു. ആ ഫീൽഡിൽ പിടിക്കപ്പെട്ടവനെ ജീവനോടെ വെക്കില്ല എന്ന് നന്നായി അറിയാവുന്നത് കൊണ്ട് അയാൾ അക്കാര്യം പുറത്ത് പറയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ മേൽ ഒരു കണ്ണ് വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ജോജി എന്ന പേരിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് അന്വേഷണം. സകല ക്രിമിനൽ റെക്കോർഡുകളും പരതിയെങ്കിലും ആളെ കിട്ടാതിരുന്നത് അതൊരു ഫേക്ക് പേരാണെന്ന നിഗമനത്തിൽ എന്നെ എത്തിച്ചു. അതിനിടയിലുണ്ടായ ഒരു രാഷ്ട്രീയ കൊലപാതകവും അതുമായിട്ട് ബന്ധപ്പെട്ടതും മൂലം എൻ്റെ ഈ കേസന്വേഷണം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും ഞാനത് വിട്ടില്ല. വിട്ടെന്ന് അവർ കരുതിയിരിക്കണം. പിടിക്കപ്പെടില്ല എന്ന അവരുടെ അമിതമായ ആത്മവിശ്വാസമാവണം
ലഹരി സപ്ലൈ കൂടുതൽ സജീവമായി. അതിനിടയിൽ ഞാൻ വിവരങ്ങൾ ചോരുന്ന വഴി കണ്ടെത്തി. വീട്ടിൽ ഞാൻ ഓഫീസ് ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന റൂമിൽ ഒരു ചെറിയ പെൻ ക്യാം. പക്ഷേ അപ്പോഴും എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പിൽ സൂക്ഷിച്ചിരുന്ന വിവരങ്ങളും ഞാൻ പോകുന്ന റൂട്ടുകളും ചോരുന്ന വഴി എന്നെ കുഴപ്പിച്ചു. മൊബൈൽ ഫോൺ കോൾ വിളിക്കാനല്ലാതെ അധികം ഉപയോഗിക്കാത്ത ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു സ്പൈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അറിയാൻ കുറച്ച് വൈകി. എൻ്റെ കോൾസ്, മെസ്സേജസ്, ലൊക്കേഷൻ എല്ലാം എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലുമായി കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞ് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എൻ്റെ അറിവിൽ ജോ ഒരു സംശയരോഗിയല്ല, പിന്നെ എന്തിന്? ആ അന്വേഷണം എന്നെ ജോയെ കൂടുതൽ നിരീക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ഈശ്വരാനുഗ്രഹം പോലെ ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലെന്നും ഹോസ്പിറ്റലിൽ ആണെന്നും വിളിച്ചു പറഞ്ഞു. ആ അവസരം മുതലാക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് ഓഫീസിൽ നിന്നും ജോയെ കൂട്ടി നേരെ ഞാൻ ഇവിടെ വന്നു. ബോധപൂർവം ജോയെ ഇവിടെ ഇരുത്തി എമർജൻസി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചുപോയി. അന്ന് ഞാൻ ജോയുടെ റൂമിൽ ഒരു തിരച്ചിൽ നടത്തി. ജോയുടെ ബാഗിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു പഴയ മോഡൽ നോക്കിയ ഫോൺ. ഒരിക്കൽ പോലും ഞാൻ പുറത്ത് കണ്ടിട്ടില്ലാത്ത ഫോൺ ജോയുടെ കയ്യിൽ എന്തിന്? പിന്നീട് മൊത്തം അരിച്ചു പിറക്കി. ജോയുടെ ഓഫീസ് റൂം, പേഴ്സണൽ മേശ, വാർഡ്രോബ്, പലയിടത്തായി നിന്നും കിട്ടിയ 10-ലധികം സിം കാർഡുകൾ. ദൈവത്തിൻ്റെ കയ്യപ്പ് പോലെ അതിലൊന്ന് എനിക്ക് സജിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ നമ്പറായിരുന്നു. അവിടെ ഞാൻ ഉറപ്പിക്കുകയായിരുന്നു, ജോ, നിങ്ങൾക്കതുമായുള്ള ബന്ധം. നീ എന്താണ് അനാവശ്യമായി പറയുന്നത്? എനിക്കതിൽ ഒരു ബന്ധവുമില്ല. ആരും വിശ്വസിക്കരുത്. ജോ നിഷേധിക്കാൻ ഒരു വിപര ശ്രമം നടത്തി. സർവ്വ തെളിവുകളുമായാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ജോജി എന്നു പേരുള്ള ഒരാളല്ല കേരളത്തിലെ ഡ്രഗ് ഡീലർ. അത് ബിജോ എന്ന ജോയെ ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരാണെന്ന് ഇനി പറയണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ടു വരുന്ന ഫിനിക്സ് IT ഹബിന്റെ മാനേജിംഗ് ഡയറക്ടർ ബിജോ രാമകൃഷ്ണൻ സ്വന്തം ഭാര്യയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. കേരള പോലീസിനെ ഉള്ളിൽ പരിഹസിച്ചുകൊണ്ട് SP-യുടെ വീട്ടിൽ സേഫാണെന്ന് കരുതി ജീവിച്ചു. പക്ഷേ ജീനിയസ് എന്ന് അഹങ്കരിച്ചവരൊക്കെ അതിബുദ്ധിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് നിങ്ങൾ മറന്നു. ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് സംശയം തോന്നിയപ്പോൾ തൊട്ട് നിങ്ങൾ പല പല കാരണങ്ങൾ പറഞ്ഞ് എന്നെ റിസൈൻ ചെയ്യാൻ നിർബന്ധിച്ചു തുടങ്ങി. നിങ്ങളുടെ കമ്പനിയുടെ സ്വപ്നതുല്യമായ വളർച്ചയും ഇടയ്ക്കിടയ്ക്കുള്ള ബിസിനസ് ടൂറുകളും മീറ്റിങ്ങുകളും എല്ലാം ലിങ്ക് ചെയ്ത് ഞാൻ നിങ്ങൾക്കിതുമായുള്ള ബന്ധം ഉറപ്പിച്ചു. നിങ്ങളുടെ ജാതകം മുഴുവൻ എടുത്ത് പുറത്തിടാൻ സൈബർ വിങ്ങിൽ പുലിക്കുട്ടികളുണ്ട് എന്ന് നിങ്ങൾ ഓർത്തില്ല. പിന്നീട് നിങ്ങൾ പോലും അറിയാതെ ഒരു തിരിച്ചറിയൽ പരേഡ്. സജിനുമായുണ്ടായ നിങ്ങളുടെ അടുത്ത ഡീലിൽ ഞാനുണ്ടായിരുന്നു സജിൻ്റെ ഒപ്പം. ഒരു കാര്യത്തിൽ നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് ജോ. നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും വേണമെങ്കിൽ സപ്ലൈ ചെയ്യാൻ പാകത്തിന് ഡ്രഗ്സ് കച്ചവടം ചെയ്യുന്ന നിങ്ങൾ സ്വന്തം മക്കളും മരുമക്കളും അതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നുവല്ലോ. എല്ലാവരും തകർന്നിരിക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. ലെന, ഐ ആം റിയലി സോറി. എനിക്ക് വിഷമമുണ്ട്. ചെയ്തു പോയതിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്. പക്ഷേ നിനക്കറിയാമല്ലോ, ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാലും കഴിയാത്ത ലോകമാണത്. എൻ്റെ പണത്തോടും പ്രശസ്തിയോടുമുള്ള ആർത്തി. വീണുപോയി ഞാൻ. എന്നെ രക്ഷിക്കണം, നമ്മളുടെ മക്കളെ ഓർത്തെങ്കിലും. ജോ എൻ്റെ കൈ കൂട്ടിപ്പിടിച്ച് കെഞ്ചി. മോളെ, ഒരമ്മയുടെ സ്വാർത്ഥതയാണെന്ന് എന്നെ കരുതിക്കോളൂ. നീ വിചാരിച്ചാൽ ഇവനെ രക്ഷിക്കാൻ കഴിയില്ലേ? ഞാൻ നിന്റെ കാല് പിടിക്കാം. അമ്മ കരഞ്ഞു. ലെന, നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ നിനക്കത് റിപ്പോർട്ട് ചെയ്തിരുന്നൂടെ? എല്ലാം ഇവൻ അവസാനിപ്പിക്കും. ഞങ്ങൾ വാക്കുതരാം. നിങ്ങൾ ഈ നാട് വിട്ട് തന്നെ പൊയ്ക്കോളൂ. സിംഗപ്പൂർ, മലേഷ്യ, കാനഡ, എവിടെ വേണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. എത്രയും പെട്ടെന്ന് അതിനുള്ള വഴികൾ നോക്കാം. ഗവൺമെൻറ്റിന് പോലും വലിയ താല്പര്യം ഇതുവരെ വന്നിട്ടില്ലാത്ത കേസാണ്. നിനക്കിത് ഈസിയായി കുഴിച്ചു മൂടാവുന്നതേ ഉള്ളൂ. ചേച്ചിയുടെ ഭർത്താവ് ശ്രീയേട്ടനാണ്. ശരിയാണല്ലോ, ഇതിപ്പോൾ എല്ലാ തെളിവും നിന്റെ കയ്യിലാണുള്ളത്. ഒരൊറ്റ ഡിലീറ്റ് ബട്ടണിൽ തീരുമത്. തീർക്കണം, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി. ബാക്കി പറഞ്ഞത് ബിനുവേട്ടനാണ്. ഞാൻ അവരോട് ആരോടും മറുപടി പറഞ്ഞില്ല. ജോ മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. എല്ലാ തെളിവുകളും കിട്ടിയപ്പോൾ തന്നെ നിങ്ങളെ തൂക്കിയെടുത്ത് അകത്തിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാനൊരു ഭാര്യയും അമ്മയും കൂടെയാണല്ലോ. ഈ ചോദ്യങ്ങളും ആവശ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വെളിപ്പെടുത്തലിനും അറസ്റ്റിനും ഇന്ന് തന്നെ അവസരം കണ്ടെത്തിയത്. ഞാൻ പതുക്കെ എൻ്റെ മക്കൾ വരുണിൻ്റെയും ശിഖയുടെയും അടുത്തേന്നിരുന്നു. സിവിൽ സർവീസ് സ്വപ്നം കണ്ടു നടക്കുന്ന കുട്ടിയല്ലേ വരുൺ നീ? മോളാണെങ്കിൽ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവളും. അച്ഛയുടെ ഈ കേസ് പുറത്തു വന്നാൽ അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി ബാധിക്കും. ചിലപ്പോൾ പല ആഗ്രഹങ്ങൾക്കും തടസ്സവും നേരിട്ടേക്കാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എല്ലാ എവിഡൻസും നശിപ്പിക്കാം. എല്ലാം അറിയാവുന്ന സതീഷും നിരഞ്ജനും എന്നെ ചതിക്കില്ല. പക്ഷേ മക്കളെ,
അച്ഛയും അവരുടെ ആളുകളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളെപ്പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുടെ സ്വപ്നങ്ങളാണ്, ജീവിതമാണ്, ജീവൻ തന്നെയാണ്. അച്ഛയുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് പോക്കറ്റ് മണിയായി കിട്ടിക്കൊണ്ടിരുന്ന ഓരോ പൈസയിലും ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീരുണ്ട്, ഒരുപാട് നിരപരാധികളുടെ രക്തം പുരണ്ടിട്ടുണ്ട്. നിങ്ങൾ പറ, അമ്മ എന്ത് വേണമെന്ന്? അമ്മ സതീഷ് അങ്കിളിനെ വിളിച്ച് പറഞ്ഞേക്ക് അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ. വരുണിൻ്റെ ശബ്ദം ഉറച്ചതായിരുന്നു. ഏട്ടാ. ശിഖ അഭിഷ്ണീയതയോടെ വിളിച്ചു. എല്ലാവരുടെയും മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. ജോ മാത്രം കണ്ണടച്ച് സോഫയിലേക്ക് ചാരി. ശിഖമോളെ, ഇതാണ് ശരി, ഇതാണ് നീതി. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടേ തീരൂ. അല്ലെങ്കിൽ നമ്മുടെ അമ്മ സ്വന്തം ജീവൻ പണയം വെച്ച് നടത്തിയ അന്വേഷണം ഫലം കാണാതെ പോകും. പിന്നെ ഇത്രയ്ക്ക് വലിയൊരു തെറ്റ് മറച്ചു വെച്ചിട്ട് നമുക്ക് സിവിൽ സർവൻറ്റ് ആകണമെന്ന് ആഗ്രഹിക്കാൻ പോലും യോഗ്യതയുണ്ടോ? വരുൺ ശിഖയെ ചേർത്ത് പിടിച്ചു. ജോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അമ്മ മാത്രം കരഞ്ഞു. വണ്ടിയിൽ കയറുമ്പോഴുള്ള ജോയുടെ ഒരു നോട്ടത്തിൽ ഒരു മാത്രം കാണുന്ന തളർന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ ചതിക്കുന്നവനും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവനും അവരുടെ നിയമത്തിൽ ഒരു ശിക്ഷയേ ഉള്ളൂ, മരണം. അപ്പോൾ ജോയുടെ ജീവന് ഏറ്റവും സേഫ്റ്റിയുള്ള സ്ഥലം ജയിലാണ്. ആരോടൊന്നില്ലാതെ പറഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് നടന്നു. തെളിവുകളെല്ലാം നാർക്കോട്ടിക് വിങ്ങിന് കൈമാറി. റെസിഗ്നേഷൻ ലെറ്റർ DG സ്വീകരിക്കാത്തതിനാൽ ലോങ് ലീവിന് അപേക്ഷിച്ച് ശാന്തമായ മനസ്സോടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നെക്കാത്ത് വരുൺ വണ്ടിയുമായി നിൽക്കുന്നുണ്ടായിരുന്നു. രാജിവെച്ചില്ല അല്ലേ അമ്മേ? ഇല്ല, അദ്ദേഹം സ്വീകരിച്ചില്ല. കുറച്ചുനാൾ മാറി നിൽക്കാൻ പറഞ്ഞു. ഞാൻ പതുക്കെ പറഞ്ഞു, നന്നായി. എൻ്റെ അമ്മയെപ്പോലെയുള്ളവരെ ഇനിയും രാജ്യത്തിന് വേണം. മാത്രമല്ല, ഇനി അവരുടെ പ്രധാന ശത്രു അമ്മയായിരിക്കും. പൊരുതി നിൽക്കാൻ അമ്മയ്ക്ക് അമ്മയുടെ പദവിയും അധികാരവും കൂടിയേ തീരൂ. ഇനി എന്ത് വന്നാലും നമുക്ക് ഒന്നിച്ച് നേരിടാമമ്മേ. പിന്നെ അച്ഛൻ, അത് കോടതി തീരുമാനിക്കട്ടെ. അവൻ എന്നെ ചേർത്ത് പിടിച്ച് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. നേരിടാനുള്ളത് വലിയ തടസ്സങ്ങളും വെല്ലുവിളികളും ചതിക്കുഴികളുമാണെന്ന് എനിക്കറിയാം. അകത്തുനിന്നും പുറത്തുനിന്നും എന്ത് തന്നെ ആയാലും പൊരുതാൻ തന്നെയാണ് തീരുമാനം. ഒന്നുകിൽ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും ഈ നാട് രക്ഷപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചിലെ ചൂടാറുന്നത് വരെ. ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.